ഓം ശ്രീ പരമാത്മനേ നമ. ഗീതാമാഹാത്മ്യം ശ്ലോകം 6. യത്ര ഗീതാവിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതാ പൃഥ്വി നിവസാമി സദൈവ ഹി. ഹേ പൃഥ്വി, ഗീതാവിചാരം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നിടത്തെല്ലാം ഞാൻ സദാ വസിക്കുന്നു. ശ്ലോകം 7. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാമേ ചോത്തമം ഗൃഹം ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം. ഞാൻ ഗീതയെ ആശ്രയിച്ചിരിക്കുന്നു. ഗീതയാണെൻ്റെ ഉത്തമമായ ഗൃഹം. ഗീതാജ്ഞാനത്തെ ആശ്രയിച്ച് ഞാൻ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നു. ശ്ലോകം 8. ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപാന സംശയഃ അർദ്ധമാത്രാക്ഷരാ നിത്യം സ്വാനിർവാച്യാ പദാത്മിക. ഗീതയാണ് പരമമായ സാക്ഷാത് ബ്രഹ്മവിദ്യ. ഇതിൽ സംശയമേ വേണ്ട. അരക്ഷണം കൊണ്ട് നേടാവുന്ന വിദ്യ, അക്ഷരമായ വിദ്യ, നിത്യമായ വിദ്യ, അനിർവചനീയമായ വിദ്യ, അതാണ് ഗീത. ശ്ലോകം 9. ചിദാനന്ദേന കൃഷ്ണേന പ്രോക്താ സുമുഖതോർജുനം വേദത്രയീ പരാനന്ദ തത്വാർത്ഥാജ്ഞാന സംയുത. ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണൻ അർജുനന് നേരിട്ട് ഉപദേശിച്ചതും 3 വേദങ്ങളുടെയും മുഴുവൻ സാരാംശത്തെ, പരമമായ ആനന്ദത്തെ നൽകുന്നതും ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും ആണിത്. ശ്ലോകം 10. യോ അഷ്ടാദശജപോ നിത്യം നരോ നിശ്ചലമാനസാ ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരം പദം. ഏകാഗ്ര മനസ്സോടെ ഗീതയുടെ 18 അധ്യായങ്ങളും നിത്യവും ജപിക്കുന്നയാൾക്ക് പരമമായ സത്യം വെളിപ്പെടുന്നു. അതോടുകൂടി അയാൾ പരമപദം പ്രാപിക്കുന്നു. ശ്ലോകം 11. പാഠേ സമർത്ഥാ സമ്പൂർണേ തതോ അർത്ഥം പാഠമാചരേത് തദാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയഃ. മുഴുവനും പഠിക്കാൻ കഴിയാത്തവർക്ക് ദിവസേന 9 അധ്യായമെങ്കിലും വായിക്കാൻ സാധിക്കട്ടെ. അവർക്ക് പശുവിനെ ദാനം ചെയ്ത പുണ്യം ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു.